നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു മന്തി റെസിപ്പി ചെയ്ത് നോക്കിയാൽ ഗരം മസാല പൊടിച്ചതും പൊടിക്കാത്തതും കൂടെ ഞാനൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. മന്തി മസാലയും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സും ഒന്നും ചേർക്കാതെ തന്നെയാണ് നമ്മൾ ഈ മന്തി ഉണ്ടാക്കുന്നത്. കുറച്ച് വെളുത്തുള്ളി, സവാള, തക്കാളി, മല്ലിയില ഇതൊക്കെ കൂടെ ഒന്ന് നന്നായി അരച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈ റെസിപ്പിയിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സും അതുപോലെ തന്നെ മന്തി മസാലയോ നമ്മൾ ചേർക്കുന്നില്ല. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഈ പേസ്റ്റിലേക്ക് ഒരു മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കന് മാരിനേഷൻ ചെയ്യാം. ഞാനിവിടെ ഒരു ചിക്കൻ്റെ എല്ലാ പീസുകളും എടുക്കുന്നുണ്ട്. ചിക്കനിൽ മസാലയൊക്കെ നന്നായി പിടിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ഈ സമയം കൊണ്ട് നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ച ഗരം മസാല ഒന്ന് പൊടിച്ചെടുക്കാം. അതിൽ ഞാൻ പെരുംജീരകം കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കനിലേക്ക് നമ്മുടെ മസാല ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പേസ്റ്റും പിന്നെ നമ്മുടെ പാകം നോക്കി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കുരുകളഞ്ഞ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ കളർ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് നിൽക്കും. 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. ഇനി കുറച്ച് നേരം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനിലെ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം കുക്കറിൽ നമുക്ക് ഒരു വിസിൽ വരെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവിക്കുമ്പോൾ കുക്കറിൽ ഉണ്ടാവുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മൾ കളയാതെ എടുത്തു വെക്കാം. ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ചിക്കനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെയല്ല നിങ്ങൾ മന്തി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫുൾ ചിക്കനും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മന്തി റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് പട്ട, ഗ്രാമ്പു, കുരുമുളക്, ഏലക്കായ, 2-3 ബേ ലീഫും ഒരു ഉണക്കനാരങ്ങ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 3 പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ്റെ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ഒരു മാഗി ക്യൂബ് കുറച്ച് വെള്ളം ചേർത്ത് ഡയലൂട്ട് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മന്തി റൈസ് വേവാനുള്ള വെള്ളം എടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ നമ്മുടെ വെള്ളമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്യാം. ഞാനിവിടെ റൈസിലും കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. റൈസിനെ ഒരു 90% വരെ കുക്ക് ചെയ്തെടുക്കാം. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച നമ്മുടെ ചിക്കൻ്റെ മേലേക്ക് നമ്മുടെ റൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാർക്കോൾ വെച്ച് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നേരം അതിൽ കിടന്നൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ്. റൈസിൻ്റെ ഫ്ലേവർ ഒന്ന് കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചമുളക് ഞാൻ ഇതുപോലെ 2 സൈഡിലും വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ റൈസിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് അതിൽ നമുക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ഇനി ഇതൊന്ന് തുറക്കുമ്പോൾ നല്ല സ്മോക്ക് ചെയ്ത മന്തിൻ്റെ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇത് ഇത്രയുള്ളൂ കേട്ടോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന സിമ്പിൾ മന്തി.